ഓക്കെ, വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ. ഓക്കെ. ഓക്കെ, ഇവിടെ എന്ത് കോഴ്സായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ്സുകളൊക്കെ നല്ല എളുപ്പമുള്ളതായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, ഞാൻ റെക്കോർഡഡ് ക്ലാസ്സിലാണ് കയറിയത്. അപ്പോ ഓക്കെ. പോയിന്റ് നല്ല രീതിയിൽ വിശദീകരിച്ചാണ് പറയണ്ടേ. പിന്നെ അതുപോലെ തന്നെ സ്ക്രീനിൽ ഈ ഷോർട്ട് പോയിന്റ്സ് ഒക്കെ ഓൾറെഡി ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ലൈവ് സെക്ഷനിൽ കയറാറുണ്ടോ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട്? ലൈഫ് വിഷനില് ഞാൻ ആകെ കൂടി കുറച്ച് സമയം, എനിക്ക് ആകെ കൂടി 2 പ്രാവശ്യം കയറേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാ? ഇന്റേൺഷിപ്പ് ചെയ്യാണോ, വർക്ക് ചെയ്യാണോ? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാണ് തൃശ്ശൂര് ചേർപ്പിലെ രോഹിണി എന്നുള്ള ഹോസ്പിറ്റലിൽ. ഓക്കെ ഓക്കെ, നമുക്ക് ജാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് 5 വർഷം വരെ വാലിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ വേറെ ഏതെങ്കിലും ജോബ്സ് നോക്കണം എന്നുണ്ടെങ്കിൽ jap.avoda.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ജോബ് ഐഡീസ് കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ജോബ് നോക്കണമെങ്കിൽ നോക്കാം, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്. ആ 5 വർഷം ആ വരെ ഓക്കെ. വാലിഡ് ആണ്. ആ ഓക്കെ ഓക്കെ. നമ്മളിവിടെ 40ഓളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തും ഇനി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്തും എന്താണ് സാധനത്തേക്ക് പറയാനുള്ളത്? ഞാനിപ്പോ പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ്. അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ എക്സാമുകളാണെങ്കിലും അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്ലേസ്മെന്റ് കാര്യമായിരുന്നു, അതും കിട്ടി. അപ്പോ നല്ല ഓക്കെ, ഹാപ്പിയാണ്. കോഴ്സാണ്. അപ്പൊ അതെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. സാന്ദ്രയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? എന്ത് കഴിഞ്ഞിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, ഈ ഫീൽഡ് തന്നെയായിരുന്നോ സബ്ജക്ട്? ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പിന്നെ BA ലിറ്ററേച്ചർ ആണ് പഠിച്ചത്, ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ബുദ്ധിമുട്ടായിരുന്നോ ഇങ്ങനൊരു സ്വിച്ച് ചെയ്തപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന ഫീൽഡിലേക്ക്? ഇല്ല, ഞാൻ ആദ്യം വിചാരിച്ചു ശരിക്കും എന്താ പറയാ, ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോ ഇനി സയൻസ് എടുത്തവർക്ക് മാത്രമായിരിക്കും ഇത് പറ്റാന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അല്ലാന്ന് മനസ്സിലായത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം കൊണ്ടും ഹാപ്പിയാണല്ലേ സാൻഡ്ര? ആ ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ താങ്ക് യു.